ചവറ തേവലക്കരയിൽ വീടിന്റെ ചിമ്മിനി തകർന്നു വീണു. വീടുകൾ ഭാഗികമായി തകർന്നു. 2 കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അരനല്ലൂർ സ്വദേശി ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കള ഉൾപ്പെടെ തകർന്ന് അയൽവാസിയുടെ വീടിന്റെ ഭിത്തി തകർത്ത് കിടപ്പുമുറിയിലേക്ക് കോൺക്രീറ്റ് ബീം വീഴുകയായിരുന്നു. അടുപ്പ് അരി കത്തിക്കാനായിട്ട് വന്ന് വെച്ചുകൊണ്ടിരുന്നപ്പം ഇടിഞ്ഞ് താപ്പോട്ട് വരുന്ന ഭാഗത്തേക്ക് വരുന്നു. എവിടെ ഞങ്ങളെ പിള്ളേരെല്ലാം കൂടെ ഉറങ്ങിക്കിടന്നായിരുന്നു. അങ്ങനെ എവിടെ ഞങ്ങളെ വന്ന് പറഞ്ഞു വന്നാൽ ഇടിഞ്ഞ് വീഴാൻ പോകുന്നു, ഇനി വന്ന് പറഞ്ഞു. അപ്പുറത്തോട്ട് വന്നപ്പോൾ മേളിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു ഇടിഞ്ഞ് ചിമ്മിനിയെല്ലാം കൂടെ അങ്ങോട്ട് വീഴുന്നു പറഞ്ഞു മാറുന്നു. തേവലക്കര അരനല്ലൂർ 7-ാം വാർഡിലാണ് വീടിന്റെ ചിമ്മിനി തകർന്നു വീണത്. സമീപ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് ബീം കിടപ്പുമുറിയിലേക്കും വീണു. 2 കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 6-നായിരുന്നു അപകടം. അരനല്ലൂർ കിഴക്കേ ഭാഗത്ത് കിഴക്കതിൽ ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കളയുടെ ചിമ്മിനി ഉൾപ്പെടെ തകർന്ന അയൽവാസി ശ്യാമള ഭവനത്തിൽ ശ്യാമളയുടെ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് ബീം കിടപ്പുമുറിയിലേക്ക് വീഴുകയായിരുന്നു. 2 വീടുകളും അടുത്തടുത്തായാണുള്ളത്. ഓടി മാറുന്നതിനിടെ ശ്യാമളയ്ക്ക് നിസാര പരിക്കേറ്റു. മറ്റൊരു അയൽവാസി ചിമ്മിനി തകരുന്നത് കണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചത് കേട്ടാണ് ശ്യാമള കിടപ്പുമുറിയിൽ നിന്നും ഉണർന്നത്. അത് 6 മണിക്ക് ഞാൻ മുറിയിൽ നിന്ന് എണീച്ച് ഇവിടെ വന്ന് അതിൽ വെള്ളം പോകണമായിരുന്നു. അങ്ങനെ അത് നിർത്തിയിട്ട് പോയി താക്കോലും എടുത്ത് കൊണ്ടുപോയി കൊച്ചിന് പാല് മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇടാമെന്ന് പറഞ്ഞാൽ വന്നു. അന്നേരം മേളിൽ നിന്ന് മണിയണ്ണ വിളിച്ച് മാറിയില്ല, എങ്ങോട്ടാണ് മാറുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്ത് വേറെ ഏതാണെന്ന് പറഞ്ഞു. എന്നാൽ ചിമ്മിനി ഇടിയുന്നെന്ന് പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് കയറിയ താക്കോൽ എടുത്തതേ ഉള്ളൂ, തുറന്നതുമില്ല ഒന്നുമില്ല. അപ്പോഴാണ് ഒരു ഹിന്ദുവാണെന്നോ ഒരു സൗണ്ട് പോലെ വന്ന് ഇനി വീഴുമായിരുന്നു. പക്ഷേ ഞാൻ നിൽക്കുമായിരുന്നു. നിന്നിട്ട് ഞാൻ അവിടെ കിടന്ന് അയ്യോ 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 എന്ന് വിളിക്കുന്നു. പിന്നെ അവരെല്ലാം വന്ന് കണ്ടു പിടിച്ചിറക്കിയതാണ്. ഇവർ വാതിലിനടുത്ത് എത്തിയപ്പോഴേക്കും കോൺക്രീറ്റ് ബീം വീണിരുന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ശശിധരൻ പിള്ളയുടെ ഭാര്യ സുജാകുമാരി പാചകം ചെയ്യുന്നതിനിടെ മുകളിൽ നിന്നും മണ്ണ് ശരീരത്തിൽ വീണതോടെ പുറത്തേക്ക് ഓടിയ നിമിഷമാണ് ചിമ്മിനി തകർന്നത്. രാവിലെ ഞാൻ അരി അടപ്പിട്ട് എനിക്ക് അടുക്കളയിൽ നിന്നപ്പോൾ എന്തോ പൊടിയുന്ന കണക്ക് തോന്നി. ഞാൻ പുറത്തിറങ്ങി വെളിയിൽ പോയി നോക്കി. പക്ഷെ എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അണ്ണനോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതായി ഇവിടെ അകത്തെന്തോ അകലം പോലെ. പിന്നെ എനിക്ക് തോന്നി എന്തോ ഇടിഞ്ഞ് താഴ്ന്ന് പെരയ്ക്കകത്ത് വീഴും. അങ്ങനെ ഇവരെ 3 പേരെയും വിളിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളങ്ങ് പുറത്തിറങ്ങി. പക്ഷെ ചിമ്മിനി ഇടിഞ്ഞ് വീഴുന്നത് ഞാൻ കാണുന്നില്ല. മേളത്തെ അടുത്ത വീട്ടിലെ മണിയണ്ടാണെന്ന് പറഞ്ഞ അണ്ണനാ. അപ്പുറത്തെ ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശ്യാമള ചേച്ചി മാറെന്ന് പറയുന്നത് കേട്ടതും ശ്യാമള ചേച്ചി ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. കാര്യം അണ്ണൻ പറയുന്നില്ല. ശ്യാമള ചേച്ചി മാറടേ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമള ചേച്ചി അങ്ങ് പെരയ്ക്കകത്തോട്ട് കയറിയതും ഞാനങ്ങ് പുറത്തിറങ്ങി വന്നപ്പോഴത്തെ ഇടിഞ്ഞ് വീണു. പക്ഷെ ചേച്ചി അതിനകത്തായി. ചേച്ചി പെട്ടെന്ന് എനിക്കും പുറത്തിറങ്ങാൻ ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. എന്തോ ഒരു വല്ലാത്ത ഇത്. ചേച്ചി കരയുവാണെന്ന്. കരയുമ്പോൾ എന്താ പറ്റിയെന്ന് അന്നും നോക്കുമ്പോൾ നമ്മൾ ആള് തീർന്ന രീതിയിൽ ആളില്ല. ചേച്ചി കിടന്ന് വലുതായിട്ട് കരയുന്നു. പെട്ടെന്ന് ആരൊക്കെ ഓടി വന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് തല കറക്കം പോലെ ഞാൻ ഇങ്ങനകത്തങ്ങ് ഇരിക്കുക. 2 കുടുംബങ്ങളുടെയും വീട് തകർന്നെങ്കിലും ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിലാണിവർ. ഷീറ്റ് മേഞ്ഞതാണ് 2 വീടുകളും. ന്യൂസ് ബ്യൂറോ, ചവറ.